ബിഗ് ബോസ് സീസൺ 7-ലെ അവാർഡ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നൂറയ്ക്കും അഭിഷേകിനും അവാർഡൊന്നും കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് അനീഷിനും ഷാനവാസിനുമാണ്. തലയിൽ പുറത്തിറങ്ങിയാൽ മുണ്ടിട്ട് നടക്കേണ്ടത് ആരാണെന്നുള്ളതിന് ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ഞാൻ വലിയൊരു ഡബിളിൻ്റെ മുണ്ട് വാങ്ങിച്ച് തരുമെന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നുണ്ട്, നീയാണ് ഇതിന് എനിക്കൊരു അവാർഡ്, ഇങ്ങനത്തെ അവാർഡ് മേടിച്ച് തരാൻ കൂടുതൽ പ്രയത്നിച്ചതിന് നന്ദി എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ പ്രപ്പോസലിൻ്റെ ബഹളം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അത് സാമോനെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. പക്ഷേ ആര്യനോർത്ത് ആര്യനെ സെലക്ട് ചെയ്യുന്നു. ആര്യന് അതിലൊരു കുശുമ്പുണ്ട്. പിന്നെ പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആരാന്ന് ചോദിച്ചപ്പോൾ അത് നിവിനെയാണ് സെലക്ട് ചെയ്തത്. പുറത്തിറങ്ങുമ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തത് ആരാന്ന് വെച്ചപ്പോൾ ലക്ഷ്മിക്കാണ് അവാർഡ് കിട്ടിയത്. പിന്നെ ഉദ്ഘാടനത്തിന് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആരെയാന്ന് ചോദിച്ചപ്പം അനിമോളെയാണ് തിരഞ്ഞെടുത്തത്. അനിമോൾക്കായിരുന്നു അവാർഡ്. അതുപോലെ തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ആരെയാണ്, അതും അനിമോൾക്കാണ് ആ അവാർഡ് കിട്ടിയത്. പിന്നെ ഉദ്ഘാടനത്തിന് ആരും വിളിക്കാത്തത് 3 പേരാണ് വന്നിരിക്കുന്നത്. അതായത് ഷാനവാസ്, അനീഷ്, അക്ബർ. പുറത്തിറങ്ങിയാൽ ചൂലുകൊണ്ട് വരവേൽക്കുന്ന ആരെയാന്ന് പറഞ്ഞപ്പോൾ അത് ലക്ഷ്മിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. ട്രെയിനിങ് അക്കാഡമി തുടങ്ങുന്നത് ആരാണെന്നുള്ളതിന് വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ്. മാസ് ഡയലോഗിന് ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫാഷൻ ഐക്കണിന് നമ്മുടെ ജെസ്സിലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ലോൺ പോലും കിട്ടാത്തത് ആർക്കാണെന്നുള്ളതിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ജെഷിനാണ്. പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആരാണെന്നുള്ളതിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ്. മഞ്ഞപ്പത്രത്തിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് അക്ബറിനാണ്. ഈ അവാർഡിനൊന്നും യോഗ്യത അല്ലാത്തത് ആരെന്നുള്ളതിന് കുറച്ച് പേരുണ്ടായിരുന്നു. ബിന്നി ഉണ്ടായിരുന്നു, അഭിഷേക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.